രുദ്രൻ വരുണിനൊപ്പം പുറത്തുപോയി തിരികെ വന്നപ്പോൾ ലക്ഷ്മിയും കൃഷ്ണനും ഹാളിലിരുന്ന് ബ്രോക്കർ കൊടുത്ത ഫോട്ടോകൾ നോക്കുകയായിരുന്നു. ചില പെൺകുട്ടികളുടെ ഫോട്ടോകൾ കണ്ടിട്ട് കൃഷ്ണൻ, ഷേ, എൻ്റെ ലക്ഷ്മിയുടെ അത്രയും വരില്ല ആരും. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി മനസ്സിൽ ചിരിച്ചുകൊണ്ട് പുറമേക്കൊന്ന് ഗൗരവം കാണിച്ചു. എന്തിനാ മോളെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ സത്യമാ പറയുന്നത്. നിന്നെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അമ്മ നിന്റെ ഫോട്ടോ എനിക്ക് തന്നിരുന്നു. അന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നീ കൊണ്ടുപോയി. നേരിൽ കണ്ടപ്പോഴാണെങ്കിലും എൻ്റെ ലക്ഷ്മി കുട്ടി പക്ക എൻ്റെ ഹൃദയത്തിലെ രാജ്ഞിയായി അവിടെ ഇരുപ്പുറപ്പിച്ചു. തങ്ങളുടെ പഴയകാല ഓർമ്മകൾ അദ്ദേഹം ഇങ്ങനെ പങ്കുവച്ചപ്പോൾ ലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. എത്ര കാലം കഴിഞ്ഞിട്ടും അവർക്കിടയിലെ സ്നേഹം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അവരുടെ ഈ സ്നേഹം കണ്ട് ആരുദ്രനും ഒരുപാട് സന്തോഷം തോന്നി. ആരുദ്ര വേഗത്തിൽ വന്ന് അമ്മക്കും അച്ഛനും ഇടയിലായിരുന്നു. അപ്പോൾ അച്ഛൻ അവനെ കളിയാക്കാൻ തുടങ്ങി. ദാ വന്നെത്തിയല്ലോ. ഞാൻ എൻ്റെ ഭാര്യയോട് ഒന്ന് കൊഞ്ചി സംസാരിക്കാൻ തുടങ്ങിയാൽ മതി, ഇവൻ എവിടെയാണെങ്കിലും കറക്റ്റായിട്ട് ഇവിടെ എത്തും. ഇപ്പോൾ എന്തിനാ എൻ്റെ മോനെ ചീത്ത പറയുന്നത് എന്നും പറഞ്ഞ് ലക്ഷ്മി മകൻ്റെ കൂടെ ചേർന്ന് ഭർത്താവിനെ കളിയാക്കി. എൻ്റെ പൊന്നമ്മേ, ഡേ ഇതിനു വേണ്ടിയാണെങ്കിലും നിനക്ക് വേഗം ഒരു കല്യാണം കഴിപ്പിക്കണം. അപ്പോഴേ നിൻ്റെ ശല്യമില്ലാതെ എനിക്ക് എൻ്റെ ഭാര്യ ഒന്ന് സ്നേഹിക്കാൻ പറ്റും. അച്ഛാ, ഇത് ടൂ മച്ചാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞാലും ഞാൻ എൻ്റെ മമ്മയെ ഇങ്ങനെ തന്നെ കൊഞ്ചിക്കും. അച്ഛന് വിട്ടുകൊടുക്കില്ല. ഭർത്താവിൻ്റെയും മകൻ്റെയും ഈ തമാശകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി ബ്രോക്കർ കൊടുത്ത പെൺകുട്ടികളുടെ ഫോട്ടോകൾ മകനെ കാണിച്ചു. അമ്മയുടെ ഈ തിടുക്കം കണ്ട് ആരുദ്രൻ ഒന്ന് ഞെട്ടി. കാണിച്ച ഓരോ ഫോട്ടോയും ഓരോ കാരണം പറഞ്ഞ് അവൻ അള്ളിക്കളഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ആരുദ്രനടുത്ത് ചെന്ന് രഹസ്യമായി ചോദിച്ചു, ഡേ മോനെ, നീ ഇങ്ങനെയാണോ ഒരു ഫോട്ടോ പോലും ശരിക്കും നോക്കാതെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത്? അവൻ ഒന്നും അറിയാത്തതുപോലെ മേയിച്ചു നിന്നു. ഞാനത് ലക്ഷ്മിയോട് പറയട്ടെ എന്ന് അവൻ വിരട്ടിയപ്പോഴേക്കും അവൻ പേടിച്ചതുപോലെ അഭിനയിച്ചു. ലക്ഷ്മി ഫോട്ടോകൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചില്ല. എടാ മോനെ, എൻ്റെ പ്രതീക്ഷക്കൊത്ത പെൺകുട്ടികളൊന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടികളെല്ലാം നിനക്കും നമ്മുടെ കുടുംബത്തിനും ചേരുന്നവരാണ്. നീ അതൊന്ന് നോക്കി നിന്റെ അഭിപ്രായം പറ എന്ന് കൃഷ്ണൻ അവനോട് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന് അപ്പോൾ അദ്ദേഹം കരുതിയില്ല. ഈ കല്യാണാലോചന ഒന്ന് നീട്ടിവെക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ആരുദ്രൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ തന്നെ പോലെ ഒരു ഐഡിയ ഇട്ടുകൊടുത്തതെന്ന് അറിയാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. താങ്ക്സ് പാ എന്ന് ആരുദ്രൻ അച്ഛനോട് പറഞ്ഞിട്ട് അമ്മയോട് തൻ്റെ തീരുമാനം പറയാൻ തയ്യാറായി. ഇവൻ എന്തിനാണിപ്പോൾ എന്നോട് താങ്ക്സ് പറയുന്നത് എന്ന് കൃഷ്ണൻ സംശയത്തോടെ ആലോചിച്ചു. അമ്മേ, എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ഒരു പെണ്ണിനെ മതി. ഈ കാലത്തെ മോഡേൺ ഗേൾസിനെയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള നമ്മുടെ കുടുംബത്തെ നന്നായി കൊണ്ടുപോകുന്ന ഒരു പെണ്ണിനെ നോക്കൂ എന്ന് പറഞ്ഞ് അച്ഛൻ നോക്കി ഒന്ന് കണ്ണുറുക്കി കാണിച്ചിട്ട് ആരുദ്രൻ തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് ആരുദ്രൻ എന്തിനാണ് തന്നോട് നന്ദി പറഞ്ഞെന്ന് കൃഷ്ണന് മനസ്സിലായത്. അദ്ദേഹം അവനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. അവൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്തെ മോഡേൺ പെൺകുട്ടികളാരും കുടുംബവുമായി ഇത്രത്തോളം ഇണങ്ങി ജീവിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് അവൻ വിശ്വസിച്ചു. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നത് നടക്കാത്ത കാര്യമാണെന്ന് കരുതിയാണ് അവൻ അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ തൻ്റെ കല്യാണക്കാര്യം ഇനിയും നീട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ ഉറപ്പിച്ചു. തൻ്റെ ബിസിനസ് ലോകത്ത് അവൻ കണ്ടുമുട്ടിയ പെണ്ണുങ്ങളെല്ലാം അവൻ്റെ പണത്തിന് പുറകെ പോകുന്നവരായിരുന്നു. തൻ്റെ സുഹൃത്ത് വരുണിൻ്റെ ഭാര്യ പോലും പണത്തിന് വേണ്ടി മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിയത് കണ്ടപ്പോഴാണ് അമ്മയെപ്പോലുള്ള പെണ്ണുങ്ങളൊന്നും ഇനി ലോകത്തില്ല എന്ന് ആരുദ്രൻ ഉറപ്പിച്ചു പറഞ്ഞത്. ആരുദ്രൻ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് മഹിനിയുടെ മുഖമായിരുന്നു. ലക്ഷ്മിയുടെ മുഖത്ത് ആ തെളിച്ചം കണ്ടപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താ ലക്ഷ്മി, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. നിന്റെ അമരുകൾ ആരാണെന്ന് എന്നോട് കൂടി പറ. ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അന്ന് നടന്ന കാര്യങ്ങളും മഹിനിയെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട ഉടനെ കൃഷ്ണൻ പരിഭ്രമത്തോടെ, അയ്യോ ലക്ഷ്മി, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത്? വാ, നമുക്കിപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണാം. ഒന്നുമില്ലെന്ന്, ഭക്ഷണം കഴിച്ചപ്പോൾ ശരിയായി എന്ന് പറഞ്ഞ് ലക്ഷ്മി അയാളെ സമാധാനിപ്പിച്ചു. എങ്കിലും നാളെ ഡോക്ടറെ ഒന്ന് കാണിക്കണമെന്ന് കരുതി കൃഷ്ണൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷമാണ് അയാൾ മഹിനിയെക്കുറിച്ച് ചോദിച്ചത്. നീ പറയുന്നതെല്ലാം ശരിയാണ് ലക്ഷ്മി, പക്ഷേ ആ കുട്ടി നമ്മുടെ മോന് ചോദിച്ചവളാണ്. അവളുടെ പഠിപ്പും കുറവാണല്ലോ.
ഇക്കാരണം പറഞ്ഞ് നമ്മുടെ മോൻ ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചാൽ എന്തു ചെയ്യും? അതുമാത്രമല്ല, എൻ്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. നമ്മൾ പതിയൊന്നും നോക്കില്ലായിരിക്കും, പക്ഷേ ചേച്ചി ഉറപ്പായി നോക്കും. ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കുറവാണെന്നറിഞ്ഞ ഈ കല്യാണത്തിന് അവർ ഒരിക്കലും സമ്മതിക്കില്ല ലക്ഷ്മി. കൃഷ്ണൻ ആശങ്കയോടെ പറഞ്ഞു. അതൊക്കെ ശരിയാകും കൃഷ്ണൻ. നിങ്ങളുടെ ചേച്ചിയെ കൈകാര്യം ചെയ്യാൻ എൻ്റെ അമ്മായിയമ്മ ശാരദയുണ്ടല്ലോ. ലക്ഷ്മി മറുപടി നൽകി. അത് ശരിയാണ്. എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞാൽ പിന്നെ ആരും എതിര് പറയില്ല. അതുമാത്രമല്ല, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു മരുമകളാണല്ലോ നീയെന്ന് അമ്മക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാം ശുഭമായി തന്നെ നടക്കും, കൃഷ്ണൻ ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മായിയമ്മ കുറച്ച് കാർക്കശ്യമുള്ള കൂട്ടത്തിലാണെന്ന് ശരിയാണ്, പക്ഷെ അവരുടെ മനസ്സ് തങ്കമാണ്. ആ കാർക്കശ്യത്തിലും ഒരു ന്യായവും സ്നേഹവും ഉണ്ടാകും. അത് മനസ്സിലാക്കി ഞാൻ പെരുമാറുന്നത് കൊണ്ടാണ് എൻ്റെ തീരുമാനങ്ങൾ ശരിയായിരിക്കുമെന്ന് ശാരദാമ്മക്ക് പോലും തോന്നുന്നത്. എന്നെ പോലെ തന്നെയാകും മഹിനിയും. നമ്മുടെ കുടുംബത്തെയും ആരുദ്രനെയും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കും. അതുകൊണ്ട് അവൾ എൻ്റെ പെരുമകളായി വരുന്നത് എനിക്ക് സമ്മതമാണ്. പിന്നെ കുടുംബം നന്നായി കൊണ്ടുപോകാനും ഭർത്താവിനെ സ്നേഹത്തോടെ നോക്കാനും വലിയ പഠിപ്പൊന്നും വേണമെന്നില്ലല്ലോ. നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും സമ്മതം തന്നെ. എങ്കിലും എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ അവളെ കാണാൻ പറ്റുക? അവൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച പോയി അവളെ കാണാം. ഇത് കേട്ടപ്പോൾ കൃഷ്ണനും സന്തോഷമായി. മഹിനിയുടെ വീട്ടിൽ അവളുടെ അച്ഛൻ ചന്ദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അടുക്കളയിലെ പണികൾക്കിടയിൽ പെട്ടുപോയ തൻ്റെ മകളുടെ ചിറകൾ ഒടിഞ്ഞു പോയത് ആ അച്ഛൻ വേദനയോടെ തിരിച്ചറിയുന്നുണ്ട്. ശോഭന ചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് മഹിനിയെ വഴക്ക് പറയാറെങ്കിലും അദ്ദേഹം ഇല്ലാത്ത സമയത്ത് മകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത തൻ്റെ അവസ്ഥയിൽ അദ്ദേഹം ഏറെ വിഷമിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾ വിവാഹം കഴിഞ്ഞു പോകുന്ന കൃത്യവും സന്തോഷമായിരിക്കണമെന്നും നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ വിവാഹം കഴിച്ചു അയക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ചന്ദ്രൻ ശോഭനയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ശോഭ, നമ്മുടെ മഹിനിക്ക് ഇപ്പോൾ വയസ്സ് 24ആയി. അവൾക്ക് അനുയോജ്യമായ ഒരു ആലോചന നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്, ചന്ദ്രൻ പറഞ്ഞു നിർത്തി. ഇത് കേട്ടപ്പോൾ ശോഭന ഉള്ളിൽ ഇങ്ങനെ കരുതി. ഇവൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പണികളൊക്കെ പിന്നെ ആര് ചെയ്യും? നമുക്കിപ്പോൾ പണിയൊന്നും ചെയ്യാതെ ശീലമായിപ്പോയി. എങ്ങനെയെങ്കിലും ഇത് തടയണം. അതിനെന്താ ഇത്ര ധൃതി? അവൾ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയല്ലേ. ഇനിയും കുറച്ച് വർഷങ്ങൾ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇതും പറഞ്ഞ് ആ സംസാരം അവിടെ അവസാനിപ്പിച്ച് ശോഭന എഴുന്നേറ്റ് പോയി. പക്ഷേ ശോഭനയുടെ സ്വഭാവം അറിയാവുന്ന ചന്ദ്രൻ ഭാര്യ അറിയാതെ തന്നെ മകൾക്ക് വേണ്ടി നല്ലൊരു ആലോചന തിരയാൻ തീരുമാനിച്ചു. അന്ന് രാത്രി പുറത്തു വന്ന് നിലാവിനെ നോക്കിക്കൊണ്ടവൾ തൻ്റെ ഭാര്യ കുറിച്ച് ഓർക്കുകയാണ്. അവൻ തന്നെ പുണരുന്നവൾ സങ്കല്പിച്ചു. അവൻ്റെ ഉഷ്ണശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടുന്നത് പോലെ തോന്നിയപ്പോൾ കണ്ണുകൾ അടച്ചു നിന്നു. പെട്ടെന്ന് കേട്ട ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. തൻ്റെ സങ്കല്പം ഇത്രത്തോളം പോയോ എന്നോർത്ത് അവൾ നാണിച്ചുപോയി. പക്ഷെ ഈ സങ്കല്പങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഭാവനയൊക്കെ സത്യമായി മാറുന്ന ദിവസത്തിനായി അവൾ കാത്തിരിക്കാൻ തുടങ്ങി. ഇവിടെ മഹിനി ഭാവി വരനെ ഓർത്ത് ഇരിക്കുമ്പോൾ അവിടെ അവനാകട്ടെ നിലാവിനെ അല്ലല്ല, നിലാവിനെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. നിലാവിനെ പെൺകുട്ടികളോട് ഉപമിക്കുന്നത് അവനൊട്ടും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. നിലാവെളിച്ചം പോലും തൻ്റെ മുറിയിലേക്ക് കടക്കാത്ത വിധം അവൻ ബാൽക്കണി വാതിലുകൾ അടച്ച് കർട്ടൻ വലിച്ചിട്ടു. എന്നിട്ട് പുതപ്പ് തലവഴി മുടി കിടന്നുറങ്ങി. രാവിലെ സൂര്യൻ തൻ്റെ കാമുകിയായ നിലാവിനെ യാത്രയാക്കി തൻ്റെ ജോലികൾ ഭംഗിയായി ചെയ്യാൻ ആരംഭിച്ചു. രൂപയുടെ കോളേജിലെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ അവൾ രാവിലെ മുതൽ ഭയങ്കര തിരക്കിലായിരുന്നു. മഹീനെ കൊണ്ട് ജോലികളെല്ലാം വേഗത്തിൽ ചെയ്യിപ്പിച്ചിട്ട് രൂപ ഒരുപാട് സ്വപ്നങ്ങളുമായി ആരുദ്രൻ്റെ സയൻസ് കോളേജിലെത്തി. കാലെടുത്ത് വെച്ചു. ഈ കോളേജ് എൻ്റെ കയ്യിൽ ഒതുക്കണം. അതിന് ആരുദ്രനെ എൻ്റെ വലയിലാക്കണം. പിന്നെ ആ ലക്ഷ്മി മാഡത്തിൻ്റെ മനസ്സിലൊരിടം കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം എളുപ്പത്തിൽ നടക്കും. മനസ്സിൽ ഇങ്ങനെ ഓരോ പദ്ധതികൾ ഇട്ടുകൊണ്ടാണ് അവൾ അകത്തേക്ക് നടന്നത്. അപ്പോൾ നീ ഇവിടെ പഠിക്കാനല്ല വന്നതല്ലേ? ഇതാണ് നിന്റെ സ്വപ്നം? എങ്കിൽ പിന്നെ പണി പാളിയത് തന്നെ. അപ്പോഴാണ് കോളേജ് വാച്ച്മാൻ അവളെ തടഞ്ഞത്. തുടക്കത്തിലെ തടസ്സമാണല്ലോ. എങ്ങനെ ഇരിക്കുന്നു? എന്തിനാ എന്നെ അകത്തേക്ക് വിടാത്തത്? കോളേജ് ID കാർഡ് എവിടെ മോളെ? അതില്ലാതെ അകത്തേക്ക് വിടാൻ പറ്റില്ല. തിരക്കിനിടയിൽ ID കാർഡ് എടുക്കാൻ മറന്നുപോയ രൂപ സ്വയം ശപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു. അമ്മയോട് ID കാർഡ് എടുത്ത് മഹീനയുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറഞ്ഞ് ഫോൺ വെച്ചു.
ഡേ മൈനി, ഇതെടുത്ത് കോളേജിൽ പോയി രൂപക്ക് കൊടുക്ക്. ആ ചാൻസ് നീയും കോളേജൊക്കെ ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ മോൾ എത്ര വലിയ കോളേജിലാണ് പഠിക്കുന്നത് നീയും അറിയട്ടെ. നീയൊക്കെ ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ലേ കോളേജിൽ പോകാൻ പറ്റാതെ പോയത് എന്ന് മഹിനെ കളിയാക്കി സംസാരിച്ച് അവളെ ഓട്ടോയിൽ പോകാൻ കാശും കൊടുത്ത് ശോഭന അയച്ചു. ഇത്രയൊക്കെ കേട്ടിട്ടും അവൾക്ക് സങ്കടം തോന്നാതിരിക്കാൻ കാരണം അത് താൻ ഒരുപാട് നാളായി നേരിട്ട് കാണാൻ കൊതിച്ച ആരുദ്രൻ്റെ കോളേജാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ തൻ്റെ ആരുദ്രനെ കാണാൻ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് അവൾ കോളേജിലേക്ക് പോയി. സമയം ആ കോളേജിലേക്ക് കൃഷ്ണൻ കാറിൽ വരുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം പുറത്തു നിൽക്കുന്നത് കണ്ട് അദ്ദേഹം കാര്യം അന്വേഷിച്ചു. ഈ കോളേജിൽ അവൾ പുതിയ ആളായതുകൊണ്ടും ഇവിടുത്തെ നിയമങ്ങൾ അറിയാത്തതുകൊണ്ടും ഒരു തവണ താക്കീത് നൽകി കൃഷ്ണൻ അവളെ അകത്തേക്ക് പോകാൻ അനുവദിച്ചു. രൂപയും നന്ദി പറഞ്ഞ് അകത്തേക്ക് പോയി. മഹീനിയോട് വരാൻ പറഞ്ഞ കാര്യം പോലും രൂപ മറന്നുപോയി. കോളേജിനടുത്ത് എത്തും തോറും മഹീനിക്ക് ഉള്ളിൽ ചെറിയൊരു പരിഭ്രമം വന്നു തുടങ്ങി.